ഇത് ജോമെട്രീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സർക്കിളിനകത്ത് O ആണ് സെന്റർ, എ ബി ഒരു കോഡാണ്, അതിന്റെ ലെങ്ത് 10 ആണ്. ടാൻജന്റ് എയിലും ബിന്റെ ടാൻജന്റ് സർക്കിളിന് പുറത്ത് പി എന്ന് പറയുന്ന ഒരു സൈഡിൽ മീറ്റ് ചെയ്യുന്നു. ഒ പിയുടെ ലെങ്ത് 2 OA ആണ്. ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ പി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഒരു സർക്കിൾ ഉണ്ട്, ദെൻ എ ബി എന്ന് പറയുന്ന ഒരു കോഡുണ്ട്, ദെൻ ഇതിന് ടാൻജന്റുകൾ പി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് എ, ഇത് ബി, ഇത് പി. ഇനി പറഞ്ഞിരിക്കുന്നത് O ആണ് സെന്റർ, O ആണ് സെന്റർ. ഓക്കെ, ഒ പി, ഒ പി എന്ന് പറയുന്നത്, ഓക്കെ, ഒ പി എന്ന് പറയുന്നത് 2A ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2A ആണെന്ന്, 2OA ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും. ഒ എ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി എന്തായിരിക്കും? സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും. സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും. അത് ഞാൻ R എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം 2R ആയിരിക്കും, കാരണം റേഡിയസ്. ഇത് നമുക്കറിയാം സർക്കിളിന്റെ സെന്ററും അതുപോലെ തന്നെ ടാൻജന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒ പി എ എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആകുമ്പോൾ ഇത് 2R ഇത് R ആണെങ്കിൽ ഇത് √3R ആയിരിക്കും. പൈതഗോറസ് തിയറം അനുസരിച്ച് √3R ആയിരിക്കും. ഇനി അടുത്തത് ഈ ലൈൻ പി ഒ എന്ന് പറയുന്ന ലൈൻ ആക്ച്വലി ഈ കോഡിനെ ബൈസെക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. കോഡിനെ ബൈസെക്ട് ചെയ്യും എന്നറിയാം. നമുക്ക് വേണ്ടത് എ പിയുടെ ലെങ്ത് ആണ്, എ പി. ഓക്കെ, കോഡിനെ ബൈസെക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഞാൻ Q എന്നെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത് 5 വരും, എ ക്യൂ എന്ന് പറയുന്ന 5 വരും. ഇനി ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു √3R ഇൻറ്റു R ആയിരിക്കും ഈ പറയുന്ന ഒ പി എന്റെ ഏരിയ. അതേ സംഭവം ഞാൻ പി ഒ ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, പി ഒ ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ബേസിലോട്ട് വരുന്ന പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ് എ ക്യൂ. സോ ഹാഫ് ഇൻറ്റു ഒ പി ബേസ് ആണ് ഇൻറ്റു ഹൈറ്റ് 5. ഒ പിയുടെ ലെങ്ത് ആക്ച്വലി നമുക്കറിയാം 2R ആണെന്നറിയാം, 2R ആണെന്നറിയാം. ഓക്കെ, ദെൻ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാവുന്നതല്ല, ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ആറിൻ്റെ വാല്യൂ 10/√3 എന്ന് പറഞ്ഞു കിട്ടും. ആറിൻ്റെ വാല്യൂ 10/√3 എന്ന് പറഞ്ഞു കിട്ടും. നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന എ പിയുടെ വാല്യൂ ആണ്. എ പി √3R ആണ്, എ പി √3R ആണ്. സോ 10/√3 ഇൻറ്റു √3. ഫൈനൽ ആൻസർ 10 ആയിരിക്കും ഇതിൻ്റെ വരാൻ പോകുന്നത്.